ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇൻറ്ററപ്റ്റ്സിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ഇൻറ്ററപ്റ്റ്സ്, എന്താണ് ഇൻറ്ററപ്റ്റ്സ് എന്നും ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പ്രോസസ്സ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇൻറ്ററപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ കമ്പ്യൂട്ടർ എക്സിക്യൂഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? നോർമൽ എക്സിക്യൂഷൻ അങ്ങനെയാണ്. ഈ നോർമലി ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രോസസ്സർ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് വരാം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്പോസ് എന്താകാം, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ അതിനകത്ത് അരിത്തമെറ്റിക് ഓവർഫ്ലോ വരാം. അരിത്തമെറ്റിക് ഓവർഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിസൾട്ട് സ്റ്റോർ ചെയ്തപ്പോഴത്തേക്ക് അതിനെ സ്റ്റോർ ചെയ്യാനുള്ള അത് ഓവർഫ്ലോ ആയി, രജിസ്റ്റർ ഓവർഫ്ലോ ആകുക എന്ന് പറഞ്ഞ് രജിസ്റ്ററിനകത്ത് ഇനി മെമ്മറി ലൊക്കേഷൻ ഇല്ല ഡേറ്റ സ്പേസ് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡിവിഷൻ ബൈ 0, ഒരു ഡേറ്റയെ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഓപ്പറേഷൻ നടത്തിയപ്പോഴത്തേക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് ഡിവിഡൻറ്റ് 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാം. അതുപോലെ സെഗ്മെൻറ്റേഷൻ ഫോൾട്ട്, അതായത് നമ്മൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ ആ പർട്ടിക്കുലർ ഡേറ്റ ഇല്ല, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനേ കാണുന്നില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും എറേഴ്സ് വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എന്താകും? അവിടെ ബ്രേക്ക് ആവും, അത് നടക്കത്തില്ല അല്ലേ? അപ്പോൾ ദെയർ എക്സിസ്റ്റ് സം സിറ്റുവേഷൻസ് വെയർ വി മേ വാണ്ട് ടു ഇൻറ്ററപ്റ്റ് ദ CPU. നമ്മുടെ CPU നോർമൽ എക്സിക്യൂഷനെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഇൻറ്ററപ്റ്റ് ചെയ്യുക മീൻസ് തടസ്സപ്പെടുത്തേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടൈമർ ഒരു ടൈമർ ആയിരിക്കും. അതായത് എന്താകാം, അതായത് നമ്മൾ നോർമലി ഉള്ള എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിനകത്ത് തന്നെ ജനറേറ്റ് ആയിക്കൊണ്ടിരുന്ന പീരിയോഡിക്കലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ടൈമറിൻ്റെ എക്സിക്യൂഷൻ ആയിരിക്കും നടന്നത്. അതും അല്ലെങ്കിൽ എന്ത് വരാം, ഒരു കമ്മ്യൂണിക്കേഷൻ ലൈനിലൂടെ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നെറ്റെല്ലാം കണക്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നെറ്റെല്ലാം കണക്ട് ചെയ്തിട്ടൊക്കെയാണ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡേറ്റ ലൈനിൽ കൂടെ ഒരു സിഗ്നൽ, ഒരു ഇൻപുട്ട് വന്നിട്ടുണ്ടാകാം. അതും ഒരു ഇൻറ്ററപ്റ്റ് ആണ്. നമ്മുടെ നോർമൽ ഫ്ലോ ഓഫ് പ്രോഗ്രാമിൻ്റെ CPU വർക്കിങ്ങിനെ ബാധിക്കുന്ന ഒരു ഇൻറ്ററപ്റ്റ് ആണതും. ഓക്കെ, അതുപോലെ തന്നെ ഹാർഡ്വെയർ ഫെയിലൂഴ്സ് എന്തെങ്കിലും വരാം. മേ ബി പവർ ഫെയിലൂഴ്സ് വരാം, അല്ലെങ്കിൽ സിസ്റ്റം ടെമ്പറേച്ചർ ഹീറ്റ് വളരെ കൂടുതലാകുന്നു സിസ്റ്റത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സിഗ്നൽസ് വരാം. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രോഗ്രാമിൽ വരുന്ന ഓവർഫ്ലോയോ, ടൈമർ എക്സിക്യൂട്ട് ചെയ്യുന്നതോ, അല്ലെങ്കിൽ IO ലൈൻസ് വഴി ഒരു ഡേറ്റ വരുന്നതോ, അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫെയിലൂഴ്സ് വരുന്നതോ, പവർ ഫെയിലർ വരുന്നതോ ഒക്കെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ നോർമൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനെ ബാധിക്കുന്ന ചില ബ്രേക്കുകളാണ്, അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ്സുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്ററപ്റ്റ്സ് വരുമ്പോൾ നോർമലി ഉള്ള നമ്മുടെ CPU വർക്കിംഗ് എന്ത് ചെയ്യും? അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണം. നോർമൽ ഇൻസ്ട്രക്ഷനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻറ്ററപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഓരോ ഇൻറ്ററപ്റ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സ്പെഷ്യൽ സർവീസ് നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ പവർ ഫെയിലർ വന്നു, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ഫെയിലർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ CPU എന്ത് ചെയ്യണം? പവർ ഫെയിലർ വന്നു കഴിഞ്ഞാൽ പ്രോസസ്സർ ചെയ്യേണ്ട കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അത് ബിൽറ്റിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ തന്നെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നേരെ ചെന്ന് എന്ത് ചെയ്യും? പവർ ഫെയിലർ ആണെന്ന് ഡിറ്റക്റ്റ് മനസ്സിലായാൽ ഉടനെ തന്നെ നേരെ ചെന്ന് ആ പ്രോഗ്രാം അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഏത് പ്രോഗ്രാമാണ്? പവർ ഫെയിലറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ മെമ്മറിയിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അതങ്ങ് റൺ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മൗസിൽ ഒരു വാല്യൂ, അല്ലെങ്കിൽ നമ്മളൊരു മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ കീബോർഡിൽ നിന്നൊരു വാല്യൂ ഹിറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ, ഒരു കീബോർഡിൽ നിന്ന് നമ്മളൊരു വാല്യൂ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട്, അല്ലെങ്കിൽ IO ഡിവൈസിൽ നിന്നുള്ള ഒരു ഇൻപുട്ട് പ്രോസസ്സറിനകത്തോട്ട് എത്താൻ പോവുകയാണ് അല്ലേ? അപ്പോൾ അത് നേരെ നമ്മൾ കീബോർഡിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സർ ചിലപ്പം വേറെ ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ആ എക്സിക്യൂഷനെ അവിടെ സസ്പെൻഡ് ചെയ്തിട്ട് ഈ കീബോർഡിൽ നിന്നുള്ള വാല്യൂ ഗെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കുഞ്ഞു പ്രോഗ്രാം നമ്മുടെ മെമ്മറിയിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ പ്രോഗ്രാം പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ കീബോർഡിലുള്ള വാല്യൂ ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോസസ്സറിന് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ എന്താണ്, നോർമലി നമ്മളൊരു CPU ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ ഒരു മൗസ് പോയിന്ററിലൂടെ ഒരു വാല്യൂ നമ്മൾ എൻ്റർ ചെയ്തു, അല്ലെങ്കിൽ കീബോർഡിൽ ഒരു വാല്യൂ നമ്മൾ ഹിറ്റ് ചെയ്തു, ഇതും അല്ലെങ്കിൽ ഒരു കീ പ്രസ് ചെയ്തു, ഇതും അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ ലൈനിൽ കൂടെ ഒരു ഡേറ്റ വന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സിഗ്നൽ പോലെയാണ് നമ്മളെ പ്രോസസ്സറിന് ഇൻഫോംഡ് ആകുന്നത്. അപ്പോൾ ഇത് ഇൻഫോംഡ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കീ പ്രസ്സിൻ്റെ കൂടെ തന്നെ അസോസിയേറ്റ് ചെയ്തൊരു ബഫറിനകത്ത്
പ്രോസസ്സിനകത്ത് ഈ ഡേറ്റ ചെന്ന് ഇരിപ്പുണ്ടാകും. ഈ ഡേറ്റയെ അവിടെ നിന്ന് എടുത്ത് പ്രോസസ്സിനകത്തോട്ട് കൊണ്ട് ചെല്ലണം എന്ന് പറയുന്ന, അതിനെ പ്രോസസ്സിനകത്തോട്ട് എത്തേണ്ട ഒരു ചെറിയ പ്രോഗ്രാം എന്ത് ചെയ്യണം, നമ്മുടെ മെമ്മറിയിൽ ലോഡ് ചെയ്തിട്ടുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അതിനെ നമ്മൾ സർവീസ് റൂട്ടീൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഇൻറ്ററപ്റ്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സർവീസ് റൂട്ടീനുകളും നമ്മുടെ മെമ്മറിയിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സർവീസ് റൂട്ടീൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഒരു കുഞ്ഞു പ്രോഗ്രാം, ഒരു സബ് റൂട്ടീൻസ് പ്രോഗ്രാംസ് ആണ്. ആ പ്രോഗ്രാമുകളെ എന്ത് ചെയ്യണം, പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യണം. കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ സസ്പെൻഡ് ചെയ്തിട്ട് ഈ സർവീസ് റൂട്ടീൻ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇൻറ്ററപ്റ്റുകളെ നമ്മൾ പ്രോസസ്സ് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്ററപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്ററപ്റ്റിനെ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? an interrupt occurs a special subroutine must be executed called the interrupt service routine. അപ്പോൾ ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഇൻറ്ററപ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാകും, ഒരു സർവീസ് റൂട്ടീൻ ഉണ്ടാകും. അത് സബ് റൂട്ടീനാണ്. ആ പ്രോഗ്രാം നമ്മൾ ആ സ്മോൾ സബ് റൂട്ടീൻ പ്രോഗ്രാമിനെ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യണം. കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഇൻസ്ട്രക്ഷനെ സസ്പെൻഡ് ചെയ്തിട്ട് വേണം ഈ സർവീസ് റൂട്ടീനെ എക്സിക്യൂട്ട് ചെയ്യാൻ. ഇനി സർവീസ് റൂട്ടീനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വന്ന് എന്ത് ചെയ്യാം, നമ്മുടെ നോർമൽ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാം, റെസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആൻ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽ ഈസ് സെൻഡ് ടു ദ പ്രോസസ്സർ. അപ്പോൾ അതിനെ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളായിട്ട് പറയാം. ഒരു ഇൻറ്ററപ്റ്റ് സിഗ്നൽ എന്തായി, ജനറേറ്റ് ആയി. അത് ആർക്ക് ഇൻഫോംഡ് ആകും, പ്രോസസ്സറിന് ഇൻഫോംഡ് ആകും. അപ്പോൾ പ്രോസസ്സർ ബൈ ദാറ്റ് ടൈം എന്ത് ചെയ്യുമായിരിക്കും, ഒരു ഇൻസ്ട്രക്ഷനെ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഒരു ഇൻറ്ററപ്റ്റ് സിഗ്നൽ വന്നത്. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും, ആ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. ആ പ്രോഗ്രാം എക്സിക്യൂഷനെ സസ്പെൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് കറൻ്റ്ലി ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്പെസിഫൈഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനും പകരം നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതിനും പകരം എന്ത് ചെയ്യും, ഈ ഇൻറ്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് റൂട്ടീൻ്റെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രോസസ്സർ റെസ്പോൺസ് ബൈ സസ്പെൻഡിങ് ദ കറണ്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ. കറണ്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അതിനകത്തുള്ള ഏതോ ഒരു ഇൻസ്ട്രക്ഷനെയാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ആ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യത്തില്ല. പകരം ആരെ ഫെച്ച് ചെയ്യും, സർവീസ് റൂട്ടീനകത്തുള്ള ഇൻറ്ററപ്റ്റിൻ്റെ സർവീസ് റൂട്ടീനകത്തുള്ള ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, പ്രോസസ്സർ റെസ്പോൺസ് ബൈ സസ്പെൻഡിങ് ദ കറണ്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ ആൻഡ് പ്രോസസ്സർ എക്സിക്യൂട്ട്സ് എ സർവീസ് റൂട്ടീൻ കേപ്പബിൾ ഫോർ ഡീലിംഗ് വിത്ത് ദ ഇൻറ്ററപ്റ്റ്. ആ ഇൻറ്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് റൂട്ടീനെ, അതിനെ നമ്മൾ ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലർ എന്നും അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്നൊക്കെ പറയും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ആ സർവീസ് റൂട്ടീൻ മൊത്തത്തിൽ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് വന്ന് എന്ത് ചെയ്യും, നമ്മുടെ ഒറിജിനൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഒരു യൂസർ പ്രോഗ്രാമാണ് ഈ കിടക്കുന്നത്. 1 2 3 ലൊക്കേഷൻ, I വരെയുള്ള ലൊക്കേഷനിലും M വരെയുള്ള ലൊക്കേഷൻസിലും നമ്മുടെ യൂസറിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ലൊക്കേഷൻ ചെയ്തു, സെക്കൻഡ് ലൊക്കേഷൻ ചെയ്തു, അങ്ങനെ 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ith ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു. ith ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എന്ത് ജനറേറ്റ് ആയി, ഇൻറ്ററപ്റ്റ് ജനറേറ്റ് ആയി. അപ്പം ജനറലി പ്രോസസ്സർ ചെയ്യേണ്ടത് ഏതാണ്, I+1 ഇൻസ്ട്രക്ഷനാണ് ചെയ്യേണ്ടത്. ith 1 ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്തായത്, ഇൻറ്ററപ്റ്റ് വന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആ ith ഇൻസ്ട്രക്ഷനെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. ith ഇൻസ്ട്രക്ഷനെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി ചെയ്യുന്നത് ഏതായിരിക്കും, ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാം നമ്മുടെ മെമ്മറിയിൽ വേറൊരു ലൊക്കേഷനിൽ ഇരിക്കുമായിരുന്നു. അപ്പം നേരെ ith ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും, ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലറിനകത്തുള്ള ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയി, എവിടെയുള്ള ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലറിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം തിരിച്ച് വന്നിനി ഏത് ചെയ്യണം, I+1 ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് I+2 I+3 അപ് ടു ബാക്കി റിമൈനിങ് പ്രോഗ്രാമിനകത്തുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു ഇൻറ്ററപ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, യൂസർ പ്രോഗ്രാമിനകത്തുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇൻറ്ററപ്റ്റ് ഒക്കർ ആകുമ്പോഴത്തേക്ക് ആ കറണ്ട് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് നേരെ പ്രോസസ്സർ ആരെ എക്സിക്യൂട്ട് ചെയ്യും, ഇൻറ്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് റൂട്ടീനെ എക്സിക്യൂട്ട് ചെയ്യും. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് വന്ന് യൂസർ പ്രോഗ്രാമിനകത്തുള്ള റിമൈനിങ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇൻറ്ററപ്റ്റ് പ്രോസസ്സിംഗ്.
ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ഇൻറ്ററപ്റ്റിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇൻറ്ററപ്റ്റ് ഒക്കർ ആകുന്ന സമയത്ത്, സിഗ്നൽ വരുന്ന സമയത്ത് പ്രോസസ്സറിന് സർവീസ് റൂട്ടീൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സൈക്കിളിൻ്റെ കൂടെ തന്നെ ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടോയെന്ന് നോക്കണം, ഒരു ഇൻറ്ററപ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പം എന്താണ് നോർമലി നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഫെച്ച് ഇൻസ്ട്രക്ഷൻ, എക്സിക്യൂഷൻ ഇൻസ്ട്രക്ഷൻ, ഫെച്ച് ഇൻസ്ട്രക്ഷൻ, എക്സിക്യൂഷൻ ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫെച്ചും ഇൻസ്ട്രക്ഷനും എക്സിക്യൂഷനും കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തുണ്ടോ എന്ന് നോക്കുക, ഒരു ഇൻറ്ററപ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻറ്ററപ്റ്റ് ഉണ്ടെങ്കിൽ ഇൻറ്ററപ്റ്റിൻ്റെ സർവീസ് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ വേണം ഫെച്ച് ചെയ്യാൻ. ഇൻറ്ററപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ യൂസർ പ്രോഗ്രാമിനകത്തുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം നോർമൽ എന്താണ് ഇൻസ്ട്രക്ഷൻ്റെ കൂടെ നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ കൂടെ എന്തിനെ കൂടെ ഹാൻഡിൽ ചെയ്യണം, ഇൻറ്ററപ്റ്റിനെ കൂടെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സൈക്കിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സ്റ്റേറ്റ് ഡയഗ്രാം പറഞ്ഞു, അതിനകത്ത് കുറച്ച് രണ്ട് സ്റ്റേറ്റ്സും കൂടെ വരും. എങ്ങനെയായിരുന്നു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ, എങ്ങനെയായിരുന്നു ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തു, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു, ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറാൻഡിൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തു, ഒന്നിൽ ആ ഓപ്പറാൻഡ്സിനെ ഫെച്ച് ചെയ്തു, ഓപ്പറേഷൻ പെർഫോം ചെയ്തു, റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാനുള്ള അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തു, റിസൾട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, ആ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ വല്ല ഇൻറ്ററപ്റ്റും വന്നുകൊണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇൻറ്ററപ്റ്റിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്ററപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീനകത്തുള്ള ഫസ്റ്റ് ഇൻസ്ട്രക്ഷനാണ് നെക്സ്റ്റ് ഫെച്ച് ചെയ്യേണ്ടത്. ഇൻറ്ററപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, പ്രോഗ്രാമിനകത്തുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും. ഇൻറ്ററപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീനകത്തുള്ള ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ആയിരിക്കും ഫെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സ്റ്റേറ്റ് ഡയഗ്രാം വിത്ത് ഇൻറ്ററപ്റ്റ്സ് എന്ന് പറയുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇൻറ്ററപ്റ്റ് പ്രോസസ്സിങ്ങിനകത്ത് എന്താണ്, ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ കൂടെയും ഇൻറ്ററപ്റ്റ് ചെക്കിങ്ങും കൂടെ നമ്മൾ വെച്ചേക്കും. അതിനകത്ത് ഇഫ് ഇൻറ്ററപ്റ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇൻസ്ട്രക്ഷൻ്റെ കൂടെ നമ്മൾ എക്സിക്യൂഷൻ നടത്തുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയപ്പോൾ ഇൻറ്ററപ്റ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോസസ്സർ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഫെച്ച് സൈക്കിളിലോട്ട് പോകും. പ്രോഗ്രാമിനകത്ത് തന്നെയുള്ള നെക്സ്റ്റ് ഫെച്ച് സൈക്കിളിലോട്ട് പോകും. ഓക്കെ. ആൻഡ് ഫെച്ചസ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ കറണ്ട് പ്രോഗ്രാം. ആ കറണ്ട് പ്രോഗ്രാമിനകത്തുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ തന്നെ ഫെച്ച് ചെയ്യും. ഓക്കെ. ഇനി ഇൻറ്ററപ്റ്റ് ഉണ്ടെങ്കിൽ അത് ഫെച്ച് ചെയ്ത് എക്സിക്യൂഷൻ ചെയ്ത് പോകും. അതാണ് ഇൻറ്ററപ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ. ഇനി ഇൻറ്ററപ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കറണ്ട് പ്രോഗ്രാം എക്സിക്യൂഷനെ നമ്മൾ എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സർവീസ് റൂട്ടീൻ്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ കറണ്ട് പ്രോഗ്രാമിനെ നമ്മൾ സസ്പെൻഡ് ചെയ്യുമ്പം അപ്പോഴുള്ള പി സി വാല്യൂ എന്തായിരിക്കും, കറണ്ട് ഇൻസ്ട്രക്ഷനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് 300 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. 300-ലുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് ഇൻറ്ററപ്റ്റ് വന്നതെങ്കിൽ പി സിക്കകത്ത് എന്തായിരിക്കും, 301 ആയിരിക്കും. ആ പി സി വാല്യൂ നമുക്ക് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്, തിരിച്ച് ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വന്ന് 301 വേണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പി സിയുടെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യും. അതുവരെയുള്ള എല്ലാ രജിസ്റ്ററിൻ്റെ വാല്യൂസും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇതിനെയാണ് ഈ പി സിയുടെ വാല്യൂസും രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് സേവിങ് ദ കണ്ടെക്സ്റ്റ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കറൻലി എക്സിക്യൂട്ട് ചെയ്ത പ്രോഗ്രാമിനെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന റെസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നെക്സ്റ്റ് അഡ്രസ്സും അതിൻ്റെ പെർട്ടിക്കുലർ രജിസ്റ്റർ വാല്യൂസും ഒക്കെ നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോൾ ഇൻറ്ററപ്റ്റ് ഉണ്ടെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്യുക മീൻസ് അതിൻ്റെ പി സി വാല്യൂസും രജിസ്റ്ററിൻ്റെ വാല്യൂസും ഒക്കെ സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് പി സിക്കകത്ത് ആരുടെ അഡ്രസ്സ് വെച്ച് കൊടുക്കും, ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലർ റൂട്ടീൻ്റെ, ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എടുത്ത് ഏതിൽ വെച്ച് കൊടുക്കും, പി സിക്കകത്ത് വെച്ച് കൊടുക്കും. എന്നാലേ അതിൻ്റെ ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യത്തുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പം ഇഫ് ആൻ ഇൻറ്ററപ്റ്റ് ഈസ് പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ സസ്പെൻഡ് ചെയ്യുക. ദാറ്റ് മീൻസ് അതിൻ്റെ പി സി വാല്യൂസും രജിസ്റ്റർ വാല്യൂസും സ്റ്റോർ ചെയ്യുക. അതിനുശേഷം പി സിക്കകത്ത് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എടുത്ത് വെച്ച് കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷൻ സൈക്കിൾ റീസ്റ്റാർട്ടഡ്. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ തന്നെ നടക്കും. പക്ഷേ അവിടെ ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അവിടെയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ടെർമിനേറ്റ് ആകും. ടെർമിനേറ്റ് ആയിട്ട് തിരിച്ച് വന്ന് എന്ത് ചെയ്യണം? when an interrupt handler routine is completed, പ്രോസസ്സർ എന്ത് ചെയ്യണം? ഒറിജിനൽ പ്രോഗ്രാമിനെ എക്സിക്യൂഷൻ തുടങ്ങണം അല്ലേ? പ്രോസസ്സർ നീഡ്സ് ടു റെസ്യൂം ദ എക്സിക്യൂഷൻ ഓഫ് ദ ഒറിജിനൽ പ്രോഗ്രാം. അങ്ങനെ ചെയ്യണമെങ്കിൽ സേവ് ചെയ്തിരിക്കുന്ന രജിസ്റ്ററിലുള്ള എല്ലാ വാല്യൂസും റീസ്റ്റോർ ചെയ്യണം. PC-ക്ക് അകത്തുള്ള എല്ലാ വാല്യൂസും റീസ്റ്റോർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? യൂസർ പ്രോഗ്രാമിനെ നമ്മൾ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ, ഇതാണ് ഇൻറ്ററപ്റ്റ് പ്രോസസ്സിംഗ്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ഡേ നോക്കാം.